നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിവ്യൂ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലഭിച്ച വോട്ട് 78,527 ആയിരുന്നു. അതിപ്പോൾ 77,737 ചുരുങ്ങുകയാണ് ചെയ്തത്. 790 വോട്ട് അവർക്ക് കുറയുകയാണ് ചെയ്തത്. ഇങ്ങനെ കുറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം പൂർണ്ണമാവില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ലീഗ് വർഗീയമായ പ്രചരണം നടത്തുകയും UDF അതിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇതിൻ്റെ ഭാഗവാക്കായി നിൽക്കുകയും ചെയ്തിട്ടും UDF വോട്ട് കുറഞ്ഞു എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തന്നെ വളരെ ഗൗരവമുള്ള ഒന്നാണ്. ഇതിൻ്റെ പുറമെ SDPIക്ക് കഴിഞ്ഞ പ്രാവശ്യം 4,751 വോട്ട് ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം അത് 2,072 ചുരുങ്ങുകയാണ് ചെയ്തത്. SDPIയുടെ വോട്ടും UDF പെട്ടിയിലാണ് വന്നു ചേർന്നത് എന്ന് എല്ലാവർക്കും അറിയാം. BJP സ്ഥാനാർത്ഥി തന്നെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ BJP വോട്ട് UDF നൽകിയിട്ടുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകളും UDF അനുകൂലമായിട്ട് ലഭിച്ച പട്ടികയിൽ വരും. BJPക്ക് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ 12,824 വോട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 8,648 വോട്ടായിട്ടാണ് അത് ചുരുങ്ങിയത്. ഇത്തരം എല്ലാ വോട്ടുകളും ചേർന്നിട്ടും UDF കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ ലഭിച്ചില്ല എന്നത് ജനപിന്തുണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തോറ്റ സന്ദർഭത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ലക്ഷണമാണ് ഇത്. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയിട്ടും UDF വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത് അവർ കൊട്ടിഘോഷിച്ച്, നിങ്ങൾ ഉൾപ്പെടെ പലരും, ഭരണവിരുദ്ധ വികാരം അതാണ് പ്രതിഫലിച്ചത് എന്നൊക്കെ മാധ്യമങ്ങളും UDF നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.